ഹേ ഗായ്സ്, ദിസ് ഈസ് സോ ജാറീബ് ടാരോട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിങ് റിലേഷൻഷിപ്പിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്, നിങ്ങളെ പറ്റിയിട്ട് അവർ എന്താണ് ചിന്തിക്കുന്നത്, ഓക്കെ, നിങ്ങളെപ്പറ്റി ഓർക്കുന്നുണ്ടോ, ഒരു റീകൺസിലേഷൻ റീയൂണിയൻ നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടോ, അവർക്ക് എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇന്നിവിടെ ഞാൻ 2 പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത്. പൈൽ നമ്പർ 1 ആൻഡ് പൈൽ നമ്പർ 2. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റായി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിയും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. പേഴ്സണൽ റീഡിങ്ങിനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. നോർമൽ കോൾ ഒരുപാട് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എടുക്കാൻ സാധിക്കില്ല. സോ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് പൈൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഇവിടെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. ഡെവിൾ കാർഡ് കിട്ടിയിട്ടുണ്ട്, 2 ഓഫ് പെൻഡിക്കിൾ, ടവർ കാർഡ് വന്നിട്ടുണ്ട്, ഡെത്ത് കാർഡ്, ഹൈ പ്രീസ്റ്റേഴ്സ്, അതേപോലെ തന്നെ കിങ് ഓഫ് പെൻഡിക്കിൾ, ഫൂൾ കാർഡ് കിട്ടിയിട്ടുണ്ട്, മജീഷ്യൻ കാർഡ്, ഹെർമിറ്റ് വന്നിട്ടുണ്ട് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിട്ടുള്ളത് പേജ് ഓഫ് കപ്സ് ആണ്. ഓക്കെ, സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ, എക്സ്ട്രീം ലെവലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും വാക്കുതർക്കങ്ങളും ഒരു സെപ്പറേഷനോ ബ്രേക്കപ്പ് നോ കോണ്ടാക്റ്റ് ഒക്കെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പേഴ്സണെ പറ്റിയിട്ട് നിങ്ങൾക്കോ അതേപോലെ തന്നെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ പറ്റിയിട്ടോ അറിയാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും 2 പേർക്കും ഒന്നും അറിയാൻ പറ്റാത്തത്രയും ഒരു ബ്ലോക്കേജ് കാര്യങ്ങളൊക്കെയാണ് ഡേ ബൈ ഡേ കൂടി വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇത് റെസനേറ്റ് ആകാത്തവർ തീർച്ചയായിട്ടും സെക്കൻഡ് പൈൽ കണ്ടു നോക്കാവുന്നതാണ്. ഫസ്റ്റ് തന്നെ നമ്മൾക്ക് ഡെവിൾ കാർഡ് കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ 2 ഓഫ് പെൻഡിക്കിൾ, ടവർ കാർഡ്. നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു കണക്ഷനാണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ തന്നെയായിരുന്നു നിങ്ങളുടെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു പേഴ്സണെ നിങ്ങൾ അത്രത്തോളം സ്നേഹിച്ചിരുന്നു. ആ ഒരു പേഴ്സണും തിരിച്ച് നിങ്ങളുടെ അടുത്ത് അത്രയും ഭയങ്കര ഒരു ഫീലിങ്സ്, ഒരു അറ്റാച്ച്മെൻറ്റ്, മേ ബി ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഒരിക്കലും ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമെന്ന് പോലും നിങ്ങൾ വിചാരിച്ചിട്ടില്ല. അത്രത്തോളം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കണക്ഷൻ തന്നെയാണ്. ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ് എന്ന രീതിയിലായിരിക്കാം, ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ളൊരു കണക്ഷൻ ആയിരിക്കാം, നിങ്ങൾക്ക് കുട്ടികളുണ്ടായിരിക്കാം. സോ വാട്ട് എവർ ഇത് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ബ്രേക്കപ്പ് നോ കോണ്ടാക്റ്റിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ച വന്നിരിക്കുന്നു, അതും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഓക്കെ, ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും കാര്യത്തിൽ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കാം ഇങ്ങനെ പല ഇഷ്യൂസും വന്ന് ഒരു സെപ്പറേഷനോ നോ കോണ്ടാക്റ്റോ വാക്ക് തർക്കങ്ങളോ ബ്രേക്കപ്പ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനോ മാറി നിൽക്കേണ്ട, 2 പേരും 2 സ്ഥലത്ത് നിൽക്കുന്നൊരവസ്ഥയും ലോങ് ഡിസ്റ്റൻസും 2 പേർക്കും 2 പേരുടേതായ ഓപ്ഷൻസ് ഉള്ളതായിട്ടും കാണിക്കുന്നു. ആ വ്യക്തിയെ സംബന്ധിച്ച് ആൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ആൾ ഓവർ തിങ്ക് ചെയ്ത് ഭയങ്കര നെഗറ്റീവ് എനർജിയാണ്. എത്രത്തോളം പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഓരോ കാർഡ്സിലും ആ ഒരു പേഴ്സണെ ഭയങ്കര നെഗറ്റിവിറ്റിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അത്രത്തോളം നെഗറ്റീവ് എനർജിയിലാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. സോ ഒരു ഡിസിഷൻ എടുക്കാനൊന്നും പറ്റാതെ നിൽക്കുന്നൊരവസ്ഥയാണ്. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഒരു ഫെമിനൈൻ എനർജി ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതായത് ആളുടെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം, നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു തേർഡ് പേഴ്സൺ വന്നിട്ട് ഇടയിൽ കയറി ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കാം. ഇവിടെ ഒരു വേറൊരു പേഴ്സൻ്റെ സാന്നിധ്യം ഒക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. സോ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് തന്നെ പറയാൻ സാധിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റും ചെറിയ രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചിട്ടുണ്ട് എന്നും കാണിക്കുന്നുണ്ട്. ഇത് എവിടെയോ നിന്നു പോയിരിക്കുന്നു എന്നൊരു തോന്നലാണ് നിങ്ങളുടെ വ്യക്തിക്ക് കറൻ്റ്ലി ഉള്ളത്. ഇതിനി മുന്നോട്ടേക്കില്ല, അല്ലെങ്കിൽ എത്രയൊക്കെ കൂട്ടിച്ചേർക്കാൻ നോക്കിയാലും
പഴയതുപോലെ ആകില്ല എന്നൊരു തോന്നൽ. മേ ബി ഇനി മുന്നോട്ടേക്കൊരു കോണ്ടാക്റ്റ് ഉണ്ടാകുമായിരിക്കാം. അങ്ങനെ കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. എന്തെങ്കിലും കാരണത്താൽ കോണ്ടാക്റ്റ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ഫുള്ളായിട്ട് മാറി നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. സോ ഒരു കോണ്ടാക്റ്റ് കിട്ടുമായിരിക്കാം. പക്ഷെ പഴയതുപോലെ ആകുമോ എന്ന് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ സംശയമാണ്. എന്തൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്യാൻ ശ്രമിച്ചാലും ഒരുമിച്ച് പോകാം എന്നൊരു ഡിസിഷൻ എടുത്താലും പഴയതുപോലെ ആ ഒരു കണക്ഷൻ ഇനിയും വീണ്ടും വരുമോ എന്നുള്ളൊരു കാര്യം ഈ ഒരു പേഴ്സണ് ഭയങ്കര കൺഫ്യൂഷനാണ്. നിങ്ങൾക്കും സെയിം. ഇനി ഒരു പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ? മേ ബി ഇതൊരു സൈക്കിൾ പോലെ ഭയങ്കര ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജി എപ്പോഴും റിലേഷൻഷിപ്പിൽ നിലനിന്നിട്ടുണ്ടായിരിക്കാം. ആ ഒരു ഡീപ്പ് കണക്ഷൻ കാരണം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് വേണ്ട എന്ന് വെച്ചിട്ട് പോകാനും സാധിക്കാതെ നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. എന്തുകൊണ്ടോ ഇത് അവസാനിച്ചു, ഇതിൽ വീണ്ടും ഒരു പുതിയ തുടക്കം വരണമെന്ന് നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യാനും ശ്രമിക്കുന്ന ഒരവസ്ഥയാണ്. ഓക്കെ, ഒരു ഡബിൾ മൈൻഡാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്കും ഇവിടെയുള്ളത്. ആ ഒരു പേഴ്സണും സെയിം. ഇനി ഇത് കൂടി ചേർന്നാലും ശരിയാകുമോ, പഴയതുപോലെ ആകുമോ, ഒരുമിച്ച് നിന്നാലും പഴയതുപോലെ ആകുമോ എന്നുള്ളൊരു സംശയം ഈ ഒരു പേഴ്സണ് നിലനിൽക്കുന്ന ഒരു ട്രസ്റ്റ് ഇഷ്യൂ എന്ന് തന്നെ പറയാൻ സാധിക്കും. ഓക്കെ, സോ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കറൻ്റ്ലി അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടോ ഈ ഒരു പേഴ്സണെ പറ്റിയിട്ടോ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി അടുത്ത സമയത്തായിട്ട് തന്നെ മേ ബി വിത്തിൻ 2 വീക്സ്, ഓക്കെ, മാക്സിമം ഒരു 2 മന്ത്സേ കാണിക്കുന്നുള്ളൂ. 2 വീക്സ് 2 മന്ത്സ് ഈ ഒരു ഗ്യാപ്പിൽ തന്നെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഇതിന് മുന്നോട്ടേക്ക് പോകുമോ, എന്തായി തീരും, ആ ഒരു പേഴ്സൺ ആക്ഷൻ എടുക്കുമോ, ഇതിൻ്റെ ഇടയിൽ ആരായിരുന്നു ശരിക്കുമുള്ളൊരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണിൻ്റെ അടുത്ത് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ, എന്താണ് ആ ഒരു പേഴ്സൻ്റെ ഡിസിഷൻ എന്നുള്ളതിനെ പറ്റിയിട്ട് റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട് ഒരു ഫൈനൽ ഡിസിഷൻ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് കൊണ്ടുതരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു ജനറൽ ട്രേഡിംഗ് ആണ്. സോ ഒരു 70% ആൾക്കാർക്കും ഇത് റിസണേറ്റ് ആകും. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് കൺമുന്നിൽ കാണിച്ചു തരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിനനുസരിച്ച് ഓരോ തീരുമാനങ്ങൾ എടുത്തു പോകാം. എല്ലാവർക്കും അത് പോസിറ്റീവ് ആയിരിക്കണമെന്നുമില്ല. ഓക്കെ, ചിലപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് വിട്ടിട്ട് പോയി നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനൊരു സിറ്റുവേഷനും കാണിക്കുന്നുണ്ട്. കുറേ നാളായിട്ട് ഈ ഒരു സൈക്കിൾ റിപ്പീറ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങളും ഇതിൽ നിങ്ങളുടെ എനർജി ഫുൾ ഡ്രെയിൻ ആയി പോയ ഒരവസ്ഥ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. സോ ഒരു ഡിസിഷൻ ആകുന്നു എന്നതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഉടനെ തന്നെ നിങ്ങൾ എപ്പോൾ ഈ റീഡിംഗ് കാണുന്നു അതിനുശേഷം ഒരു 2 വീക്സ് മാക്സിമം 2 മന്ത്സ് മാനിഫെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു 2 വീക്സിൽ തന്നെ, അല്ലെങ്കിൽ 2 ഡേയ്സ് 2 വീക്സ്, ആ ഒരു 2 ഗ്യാപ്പിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമെന്നതാണ്. ഓക്കെ, സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. ഇവിടെ നമ്മൾക്ക് സമയം വളരെ കുറവാണ്. നിർണായകമായ നിമിഷങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട് ആ ഒരു വ്യക്തിക്കായിക്കോട്ടെ വേറെ ഒരുപാട് ഓപ്ഷൻസ്, വേറെ കല്യാണം കഴിക്കലോ അല്ലെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ആളുടെ ലൈഫുമായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവുക, ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോവുക, അങ്ങനെ പല തീരുമാനങ്ങൾ, പല ഓപ്ഷൻസ് ആ ഒരു പേഴ്സണുണ്ട്. വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യലോ. സോ നിങ്ങളെപ്പറ്റി ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. രണ്ടുപേരും കൺഫ്യൂസ്ഡ് ആണ്. സോ യൂണിവേഴ്സായിട്ട് ഇതിലൊരു തീരുമാനം എടുക്കും. ഈ ഒരു പേഴ്സണെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രോങ്ലി ഈ ഒരു സമയം കളയാതെ മാനിഫെസ്റ്റ് ചെയ്യുക എന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഓക്കെ, എന്തുകൊണ്ട് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ എന്തായി തീരും, ഇനിയും പിന്നെയും റീകൺസിലേഷൻ സംഭവിച്ചിട്ട് പഴയതിനേക്കാൾ പിന്നെയും പ്രശ്നമാകുന്നതിലും നല്ലത് എന്തുകൊണ്ടും മാറി നിൽക്കുന്നതാണ് എന്നൊരു തോന്നൽ ഈ ഒരു പേഴ്സൺ എവിടെയോ വന്നിട്ടുണ്ട്. ഓക്കെ, വീണ്ടും പോയി ഒരു കണക്ഷൻ അല്ലെങ്കിൽ വീണ്ടും റീകൺസിലേഷൻ സംഭവിച്ചു, പിന്നെയും വഴക്ക്, പ്രശ്നങ്ങൾ, വാക്ക് തർക്കങ്ങൾ റിപ്പീറ്റ് ആകുമോ എന്നൊരു ഡൗട്ട് അവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ഡിസ്റ്റൻസ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് ഒക്കെ കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ. ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റാനുള്ളൊരു ചാൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫുമായിട്ട് എല്ലാവർക്കുമല്ല, എന്നാലും ചിലരുടെ കേസിൽ മുൻ ജന്മത്തിൽ നിന്നും അല്ലെങ്കിൽ മുൻ ജന്മ കർമ്മ ഇപ്പോഴും കിടക്കുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു കർമ്മയുടെ സമയമായിരിക്കാം ഇപ്പോൾ എന്ന് പറയുന്നത്. ആ ഒരു ഡിസ്റ്റൻസ് ഒക്കെ വരുന്നത് ഈ ഒരു കർമ്മ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ടൈമുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലാഗും കാര്യങ്ങളും ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ കാണിക്കുന്നത്. ആ ഒരു പേഴ്സൺ ആക്ഷൻ എടുക്കണമെന്നുണ്ട്, പക്ഷേ ആ ഒരു തേർഡ്
പാർട്ടിയുടെ എനർജി ഹൈ ആയി നിൽക്കുന്നത് കൊണ്ട് തന്നെ ആൾക്കതിലേക്ക് എത്താൻ പറ്റുന്നില്ല. ഒരു മെസ്സേജ് അയക്കണമെന്ന് വിചാരിച്ചാലും ആൾക്ക് പെട്ടെന്ന് മൈൻഡ് മാറിപ്പോകുന്നൊരു അവസ്ഥയോ അല്ലെങ്കിൽ ഒരു ടെൻഷൻ, ഭയങ്കര ആൻസൈറ്റി, ഒരു ഡിപ്രഷൻ, ഭയങ്കര നെഗറ്റീവ് എനർജി, ആൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനൊരു അവസ്ഥയാണ്. നിങ്ങളെ നേരിട്ട് കാണണം, ഇനിയും സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അതൊരു ആക്ഷനിലേക്ക് വരണ്ടേ? അതാണ് ഇവിടുത്തെ പ്രശ്നം. അതിനൊരു സ്റ്റക്നെസ് ഈ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി വരുത്തുന്നു, അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് എഫക്റ്റിൻ്റെ എനർജി കാരണം ആൾക്കൊരു നെഗറ്റീവ് മൈൻഡ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ക്യാഷ് വൈസ് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ്, കുറച്ചും കൂടി ഒരു പൈസ ഉണ്ടാക്കണം എന്നൊരു ചിന്ത ഈ ഒരു പേഴ്സണ് കൂടുതലായിട്ടും വന്നു തുടങ്ങുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ബിസിനസ്സോ ജോലിയിലോ ഒരു പ്രൊമോഷനോ വേറൊരു ജോലിയോ വേറെ ഏതെങ്കിലും സ്ഥലത്തൊരു ജോലിയോ നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത സമയത്തായിട്ട് തന്നെ ഒരു പേഴ്സണ് ജോലിയിലൊരു മാറ്റം, ഒരു സ്ഥിരമായൊരു ജോലി ഇല്ലാന്നുണ്ടെങ്കിൽ പെർമനൻ്റ് ആയിട്ടൊരു ജോബ് ആവുകയോ ഒരു പ്രൊമോഷനൊക്കെ കിട്ടാനോ സ്വന്തമായിട്ട് ഒരു ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലേക്കൊക്കെ തിരിയാനുമുള്ളൊരു ചാൻസും ഇവിടെ കാണിക്കുന്നുണ്ട്. ക്യാഷ് വേസ് കാര്യത്തിൽ ആൾ സ്റ്റേബിൾ ആകുന്നുണ്ട്. അറ്റ് പ്രസൻറ്റ് അല്ലാന്നുണ്ടെങ്കിൽ പോലും മുന്നോട്ടേക്ക് ആൾ സ്റ്റേബിൾ ആകും. പക്ഷേ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ആ ഒരു ട്രോമ, മേ ബി പാസ്റ്റ് ലൈഫിലും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസോ ഫാമിലി ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു ട്രോമയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ആ ഒരു നെഗറ്റിവിറ്റി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, സോ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലും ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ആൾക്ക് ഭയങ്കര ഡൗൺ ആയി പോയിട്ടുള്ളൊരു അവസ്ഥയാണ്. എന്ത് ഡിസൈഡ് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നില്ല. വീണ്ടും ഒരു ഇഷ്യൂസിലേക്കോ ഒന്നും പോകാൻ ആൾക്ക് താല്പര്യവുമില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. സോ നിങ്ങൾ ടൈം കളയാതിരിക്കുക, സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. യൂണിവേഴ്സായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് റിവീൽ ചെയ്ത് തരും. അതിനനുസരിച്ചൊരു ഡിസിഷൻ എടുക്കാവുന്നതാണ്. സോ ഇതാണ് ഫസ്റ്റ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിംഗ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ എനിക്ക് ഒരുപാട് നോർമൽ കോൾ വരുന്നുണ്ട്. സോ എനിക്ക് എല്ലാം കൂടി എടുക്കാൻ സാധിക്കില്ല. സോ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ വാട്സപ്പിലായിരിക്കും ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. സോ ടേക്ക് കെയർ, ബൈ. ഓക്കെ, സെക്കൻഡ് പൈൽ ഫസ്റ്റിൽ തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. സ്റ്റാർ കാർഡ്, ഹെറോഫൻ, 2 ഓഫ് കപ്സ്, ഏസ് ഓഫ് കപ്പ്, 5 ഓഫ് സോഡ്, ക്യൂൻ ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, 3 ഓഫ് സോഡ്, നൈറ്റ് ഓഫ് പെൻഡിക്കിൾ, ഏസ് ഓഫ് വൺസ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് മജീഷ്യൻ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾക്ക് നോക്കാം ഈ ഒരു പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ്. അതിപ്പോൾ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, നോ കോണ്ടാക്റ്റ്, ബ്രേക്കപ്പ്, സെപ്പറേഷൻ, ലോങ് ഡിസ്റ്റൻസ്, ഒരു കോണ്ടാക്റ്റും ഇല്ലാത്തവർക്ക് പോലും ഇത് തീർച്ചയായിട്ടും റെസനേറ്റ് ആകും. ഈ ഒരു പേഴ്സണ് നിങ്ങളടുത്ത് ഭയങ്കര ഇഷ്ടം കൂടി വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. നേരത്തെ എങ്ങനെയായിരുന്നു അതവിടെ നിൽക്കട്ടെ. അറ്റ് പ്രസൻറ്റ് നിങ്ങളെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ ഈ ഒരു പേഴ്സണ് വന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. ആൾക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് റെസ്പോൺസിബിലിറ്റി, മേ ബി ജോലി തിരക്ക് എല്ലാം തന്നെ ഉണ്ടെങ്കിലും നിങ്ങളെപ്പറ്റി ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുന്നൊരു അവസ്ഥ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു നോ കോണ്ടാക്റ്റ് ഉള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്നൊരു റീകൺസിലേഷനോ റീയൂണിയനോ നടക്കണം. ഈ ഒരു പേഴ്സൺ കറക്റ്റ് സമയത്ത് ആക്ഷൻ എടുത്തില്ല എന്നൊരു റിഗ്രറ്റൊക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ട്. അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല, പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങൾ ആ ഒരു ടൈമിൽ ചെയ്തില്ല എന്നൊരു റിഗ്രറ്റ് ഈ ഒരു പേഴ്സണ് കറൻ്റ്ലി ഉള്ളതായിട്ടും നിങ്ങളെ വേദനിപ്പിച്ചതിനൊക്കെ ഒരു വിഷമം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. എത്രയും പെട്ടെന്നൊരു റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അത് നടക്കാനുള്ളൊരു ചാൻസും കാണിക്കുന്നു. സോ നിങ്ങൾ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. അതിനനുസരിച്ച് ഈ ഒരു പേഴ്സണ് ഒരു മാറ്റം വന്നു തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ, യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തതിൻ്റെ, അത്രമാത്രം ആഗ്രഹിച്ചതിൻ്റെ, ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം നമ്മൾക്ക് തീർച്ചയായിട്ടും യൂണിവേഴ്സായിട്ട് തന്നെ കൊണ്ടുതരും. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. സോ അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുക. നിങ്ങളെ എവിടെയാണ്, എന്താണ് എന്നൊക്കെ തിരക്കാൻ ശ്രമിക്കുന്നു. നേരത്തെ മേ ബി അതൊന്നും ചെയ്യണമെന്നില്ല. നിങ്ങളെവിടാണ്, എന്താണ്, അതൊന്നും ഈ ഒരു പേഴ്സണ് അറിയാൻ പോലും ചിലപ്പോൾ താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കാം. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം മാറിയിരിക്കുന്നു. ഈ ഒരു പേഴ്സണ് നിങ്ങളായിരുന്നു ശരി എന്നൊരു തോന്നൽ ഭയങ്കരമായിട്ട് വന്നു തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളെ ഇനിയും നഷ്ടപ്പെടുത്തരുത്, എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം എന്നൊരു തോന്നൽ, നിങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കാനും എവിടെയാണെന്ന് അറിയാൻ ശ്രമിക്കാനും ഒരു പേഴ്സണെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ നിങ്ങൾ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. അമ്പലത്തിലോ പള്ളിയിലോ നിങ്ങൾക്ക് അങ്ങനെ സ്പിരിച്വലി കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥലത്തൊക്കെ പോയി ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ,
അതേപോലെ തന്നെ ഒരു റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കും. ഈ ഒരു പേഴ്സൺ തന്നെ ഒരു മെസ്സേജോ കോളോ അല്ലെങ്കിൽ നേരിട്ട് വന്ന് കാണാനുള്ള ഒരു ചാൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ഓറ പവർ അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കുക. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കണം, അല്ലെങ്കിൽ ഒരു റീകൺസിലേഷൻ, റീയൂണിയൻ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. അതിനെന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കണം. നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യണം. ഡേ ബൈ ഡേ നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാകുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, നിങ്ങളെപ്പോഴും പോസിറ്റീവായിട്ടിരുന്നാൽ നിങ്ങളിലേക്കും പോസിറ്റീവ് കാര്യങ്ങൾ വരും, ഫോർ ഷുവർ ആണ്. ഓക്കെ, സോ അതാണ് ഇവിടെയും കാണാൻ പറ്റുന്നത്. അതാണ് ഇതിൻ്റെ ഒരു വഴി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു പേഴ്സണെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക, വേറൊന്നിലും നെഗറ്റീവായിട്ട് ഓവർ തിങ്ക് ചെയ്യോ അങ്ങനെയൊന്നും ചെയ്യാതെ മാക്സിമം നിങ്ങൾ ബിസി ആയിട്ടിരിക്കാനും, നിങ്ങൾ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളോ ജോലിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രമിക്കുക. ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഈ ഒരു പേഴ്സൺ ഒരുപാട് ഇഷ്ടം കൂടി വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരു മാസത്തിൽ തന്നെ 30 ഡേയ്സിൽ തന്നെയൊക്കെ ഇതിലൊരു മാറ്റം ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട്. നോ കോണ്ടാക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക, അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾ എപ്പോൾ ഈ റീഡിംഗ് കാണുന്നു അതിനുശേഷം ഒരു 30 ഡേയ്സിൽ തന്നെ ഈ ഒരു പേഴ്സൻ്റെ സൈഡിൽ നിന്നും ഒരു മാറ്റം കണ്ടു തുടങ്ങാനുള്ളൊരു ചാൻസ് സ്ട്രോങ്ലി മാനിഫേസ്റ്റ് ചെയ്യുന്നവർക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് എഴുതിയിട്ട് മാനിഫേസ്റ്റ് ചെയ്യാം, വിഷ്വലൈസ് ചെയ്യാം, ഫുൾ മൂൺ ഡേയിൽ മാനിഫേസ്റ്റ് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞു പോയ കാര്യത്തെ പറ്റിയിട്ടാണ് ഈ ഒരു പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നേരത്തെ ഫാമിലി തമ്മിലോ, നിങ്ങളുടെ രണ്ടുപേരുടെയും ഫാമിലി തമ്മിലോ, നിങ്ങൾ തമ്മിലോ, മേ ബി ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലായിരിക്കാം. ഓക്കെ, നിങ്ങൾ സോ ആ ഒരു കണക്ഷനൊക്കെ വന്ന് ഒരുപാട് ഇഷ്യൂസും തേർഡ് പാർട്ടി സിറ്റുവേഷനും ലോങ് ഡിസ്റ്റൻസും പല വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. സോ അതെല്ലാം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഓർക്കുന്നു. കുറച്ചും കൂടി നല്ല രീതിയിൽ ഓരോ ഇഷ്യൂസിനെയും സോൾവ് ചെയ്തെടുക്കാമായിരുന്നു, കുറച്ചും കൂടി ബെറ്ററായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്നൊരു തോന്നൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ വന്നു തുടങ്ങിയിരിക്കുന്നു. ആ ഒരു സമയത്ത് മേ ബി ദേഷ്യപ്പെട്ട് വഴക്ക് പ്രശ്നങ്ങളൊക്കെ ആക്കി അങ്ങ് പോയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോഴാണ് ആ ഒരു സിറ്റുവേഷൻ കുറച്ചും കൂടി ബെറ്ററായിട്ട് മാനേജ് ചെയ്യാമായിരുന്നു എന്നൊരു തോന്നൽ ഈ ഒരു പേഴ്സണ് വന്നു തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, നിങ്ങളാണ് ശരിക്കും ഈ ഒരു പേഴ്സണെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചീറ്റ് ചെയ്യാതെ ആ ഒരു പേഴ്സൻ്റെ കൂടെ നിന്നിട്ടുള്ളത്, ആ ഒരു പേഴ്സൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നിന്നിട്ടുള്ളത് നിങ്ങളാണ് എന്ന് ഈ വ്യക്തിക്ക് തോന്നിത്തുടങ്ങിയിരിക്കുന്നു. ഒരു തിരിച്ചറിവാണ് മേ ബി ഈ ഒരു നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ഒക്കെ പറയുന്നത് ഞാൻ പേഴ്സണൽ റീഡിങ് എടുക്കുന്ന സമയത്തും കണ്ടിട്ടുണ്ട്. ആ ഒരു സെപ്പറേഷൻ ആയിരിക്കാം, വർഷങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, പക്ഷെ ഒരു കുറച്ച് നാളൊരു സെപ്പറേഷൻ വരുമ്പോഴാണ് അത് എത്രത്തോളം വാല്യൂ ഉണ്ടായിരുന്നു, എത്രത്തോളം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ലൈഫിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ആ ഒരു ഡിസ്റ്റൻസ് വരുമ്പോൾ മാത്രമാണ്. അതിനുശേഷം അത് റീകൺസിലേഷനൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്ട്രോങ് ആവുകയുള്ളൂ. സോ ഒരിക്കലും ഒരു ബ്രേക്കപ്പ്, നോ കോണ്ടാക്ട്, സെപ്പറേഷൻ വരുമ്പോൾ നിങ്ങൾ ഡൗൺ ആകേണ്ടതായിട്ടില്ല. ഓക്കെ, അത് നല്ലതാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ തിരിച്ചു വരും. അത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും അതേപോലെ തന്നെ കണക്ഷൻ സ്ട്രോങ് ആകാനും നിങ്ങളുടെ വില മനസ്സിലാക്കാനും. സോ ഒരിക്കലും അങ്ങനെ ഒരു സെപ്പറേഷൻ വരുമ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടുകയോ വാശി കാണിക്കുകയോ അല്ലെങ്കിൽ ഹെൽത്ത് നോക്കാതിരിക്കുകയോ അങ്ങനെയൊന്നും ഓവർ തിങ്ക് ചെയ്യുകയോ അതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല കേട്ടോ. ഒരുപാട് പേഴ്സണൽ റീഡിങ് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. വർഷങ്ങളുടെ റിലേഷൻഷിപ്പ്, പക്ഷേ ഒരു സെപ്പറേഷൻ വരുമ്പോഴാണ് അതിൻ്റെ വില മനസ്സിലാക്കുന്നതും അത് പിന്നെ ഒരു റീകൺസിലേഷൻ നടക്കുമ്പോൾ മനോഹരമായി അത് ആ ഒരു കണക്ഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ആ ഒരു ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആവുകയും ചെയ്യും. സോ അത് നല്ലതാണ്. ചില സമയം ആ ഒരു സെപ്പറേഷൻ, ഒരു വെയിറ്റിംഗ് എനർജി നമ്മളുടെ ജീവിതത്തിൽ നല്ലതാണ് കേട്ടോ. ഇവിടെ നിങ്ങളുടെ ഹെൽത്ത് നോക്കുക. ഇവിടെ ഒരു ഹെൽത്ത് ഇഷ്യൂ വരാനുള്ള ഒരു ചാൻസ് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ഇതൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. സോ 2 പേർക്ക് ആർക്കെങ്കിലും ഒരാൾക്കൊരു ഹെൽത്ത് ഇഷ്യൂ വരാനുള്ളൊരു ചാൻസ് അടുത്തൊരു 3 വീക്സിലൊക്കെ കാണിക്കുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു പേഴ്സൺ ഒരു സ്ലോ മൂവിങ് ആയിട്ടാണ് ചിന്തിച്ചൊക്കെ വരുന്നത്. ഒരു മാറ്റം ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് നാളായിട്ടേ ഒരു ഡിസ്റ്റൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ആളൊരു തിരിച്ചറിവിലോട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഓക്കെ, സോ ആളുടെ ലൈഫിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഇങ്ങനെ ചിന്തിപ്പിക്കാനായിട്ട്. യൂണിവേഴ്സായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു തിരിച്ചറിവ് ഈ ഒരു പേഴ്സണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമാണോ എന്ന് ചോദിച്ച് ഭയങ്കര ഒരു പാഷനാണ് നിങ്ങളടുത്ത്.
ഓക്കെ. അതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. മേ ബി ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. നിങ്ങളെ സ്വന്തമാക്കണം എന്നൊരാഗ്രഹമുണ്ട്. അതും ആരുടെയും വെറുപ്പോ ദേഷ്യമോ ഒന്നും ഇല്ലാതെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി തന്നെ ഇവിടെ ഹെറോഫൈൻ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ തീർച്ചയായിട്ടും എല്ലാവരുടെയും സമ്മതത്തോടു കൂടി തന്നെ ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ഫാമിലി സപ്പോർട്ടോടു കൂടി തന്നെ നിങ്ങളെ സ്വന്തമാക്കണം ആഗ്രഹമൊക്കെ ഈ ഒരു പേഴ്സണ് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ കല്യാണം കഴിക്കണം എന്നൊരു ചിന്തയുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ടില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോഴും ഒരു പ്രയോറിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടവും കാര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമാണ് ഇങ്ങനെ മാറി നിൽക്കേണ്ടി വരുന്നത്. മേ ബി തേർഡ് പേഴ്സണോ അല്ലെങ്കിൽ ഫാമിലിയോ വാട്ടെവർ അത് എന്തുമായിക്കോട്ടെ അതിനെപ്പറ്റി നിങ്ങളിനിയും ഓവർ തിങ്ക് ചെയ്യണ്ട എന്നതാണ് കാണിക്കുന്നത്. ഇങ്ങനൊരു സെപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ വിഷമിക്കുകയും വേണ്ട. ചില സമയങ്ങളിൽ നമ്മളുടെ ലൈഫിലൊരു ഡിസ്റ്റൻസോ ലാഗോ വരുന്നത് നല്ലതാണ് എന്ന് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. അത് ശരിയാണ്, അത് 100% അത് അങ്ങനെ തന്നെയാണ്. എൻ്റെ ലൈഫിലും എന്തെങ്കിലുമൊക്കെ ഒരു ഡിലേ ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടായിരിക്കും പിന്നെ ഓരോ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. സോ ഒരു ഡിലേ വരുമ്പോൾ അങ്ങനെ ഡൗൺ ആകേണ്ട ഒരു ആവശ്യവും ഇവിടെ ഇല്ല. സ്ട്രോങ്ലി മാനിഫേസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്യുക, ഫുൾ മൂൺ ഡേയിൽ മാനിഫേസ്റ്റ് ചെയ്യാം, അഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്യാം, നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യാം, നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാം. എന്തെങ്കിലും ജോലിയോ കാര്യങ്ങളോ ഹോബീസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങളിലേക്ക് പോസിറ്റീവ് കാര്യങ്ങൾ ഫോർ ഷുവർ ആയിട്ടും അട്രാക്റ്റ് ആകും. ഈ ഒരു ഡിലേ വന്നതിൽ നിങ്ങൾ യൂണിവേഴ്സിനെയോ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ദേഷ്യം എന്ന രീതിയിൽ കാണേണ്ടതായിട്ടില്ല. ചില സമയം അത് നല്ലതാണ് എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്കും ഉണ്ടാകുന്നത് ഏറ്റവും ബെറ്ററാണ്. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരുമെന്ന് ട്രസ്റ്റ് ചെയ്യുക. ഇതൊരു ടോക്സിക് ആയിട്ടൊന്നും കാണിക്കുന്നുമില്ല. ഓക്കെ, സോ ഇതാണ് സെക്കൻഡ് പൈലിൻ്റെ റീഡിങ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ പേഴ്സണൽ റീഡിങ്ങിനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. എനിക്ക് ഒരുപാട് നോർമൽ കോൾസ് വരുന്നുണ്ട്, സോ എല്ലാം കൂടി എടുക്കാൻ എന്തായാലും പറ്റില്ല അല്ലേ. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് ഞാനപ്പോൾ സെൻഡ് ചെയ്ത് തരാം. അതാണ് ഈസി നിങ്ങൾക്കും എനിക്കും. അപ്പോൾ ടേക്ക് കെയർ, ബൈ.